തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ. നില മെച്ചപ്പെടാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രെയിൻ ഡെഡ്, തലച്ചോറിൻ്റെ മരണം സംഭവിച്ചു എന്ന് പറയേണ്ടി വരുന്നു. 48 മണിക്കൂർ കൊണ്ട് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഈ തലച്ചോറിൻ്റെ മരണം സ്ഥിരീകരിക്കാൻ കുറേ നിയമ നടപടികൾ വേണ്ടി വരും. നമുക്ക് കുട്ടികൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ, അതായത് രക്തസമ്മർദ്ദവും പൾസ് റേറ്റും ഹൃദയത്തിൻ്റെ പ്രവർത്തനവും എല്ലാം കൊണ്ട് വെന്റിലേറ്റർ സഹായത്തോടെ നമ്മൾ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ അത് വെന്റിലേറ്റർ തുടർന്നുകൊണ്ട് രോഗിക്ക് മെച്ചമുണ്ടാകില്ല നമുക്ക് ഏതാണ്ട് തീർത്തു പറയാൻ സാധിക്കും. പക്ഷേ അത് വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യുന്നതിന് ബന്ധുക്കളുടെ സമ്മതം പോലെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി വേണം. വേറൊരു ടീം കൂടി ചിലപ്പോൾ പരിശോധിച്ച് ബ്രെയിൻ്റെ ഡെത്ത് സ്ഥിരീകരിക്കേണ്ടി വരും. സംഭവത്തിൽ രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെ വീട്ടിലെത്തിച്ച തെളിവെടുത്തു. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങളുണ്ടായി. വിവരങ്ങളുമായി അനീഷ് ഇരുന്നു. അനീഷ്, ആദ്യം കുട്ടിയുടെ അവസ്ഥയിലേക്ക് വരാം. ഡോക്ടർമാർ ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന് തന്നെയാണോ പറയുന്നത്? ഗോപി, തീർച്ചയായും 48 മണിക്കൂർ ചികിത്സ തുടർച്ചയായി നടത്തിയിട്ടും യാതൊരു പുരോഗതിയും കുട്ടിയുടെ ആരോഗ്യ നിലയിൽ ഇല്ല. ആരോഗ്യനില ഒരു തരത്തിലും മെച്ചപ്പെടുന്നില്ല എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ ഡോക്ടർമാരുടെ ഒരു വിശദമായ പരിശോധന, ഫോറൻസിക് വിദഗ്ധരുടെ ചില പരിശോധനകൾ എന്നിവ നടത്തിയ ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനാവൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം വെന്റിലേറ്റർ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കും. എന്തായാലും നിലവിൽ ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം നൽകിയ ചികിത്സയുടെ പുരോഗതി, കുട്ടിയുടെ നിലവിലെ അവസ്ഥ എന്നിവയെല്ലാം ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുമെന്നും ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ശ്വാസോച്ഛ്വാസം അടക്കമുള്ള കാര്യങ്ങൾ സ്വന്തം നിലയിൽ നടത്തുന്നില്ല. വെന്റിലേറ്റർ സഹായത്തോടുകൂടി മാത്രമാണ് ശ്വാസോച്ഛ്വാസവും രക്തചംക്രമണവും നടക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റ് ശരീരാവയവങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. കൈകാലുകൾ അനക്കാൻ സാധിക്കുന്നില്ല. മരുന്നുകളോട് എത്തിച്ച ഘട്ടം മുതൽ കുട്ടി പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ 48 മണിക്കൂർ തുടർച്ചയായി ചികിത്സ ചെയ്തിട്ടും തലച്ചോറിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും വരാത്ത സാഹചര്യത്തിലാണ് മസ്തിഷ്ക മരണം എന്ന നിലയിലേക്ക് ഡോക്ടർമാർ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യനില മെച്ചമാകുമെന്ന ഒരു പ്രതീക്ഷയും ഡോക്ടർമാർക്ക് ഇല്ലതാനും. അതുകൊണ്ട് മെഡിക്കൽ ബോർഡ് ഇനി രൂപീകരിച്ച ശേഷമാവും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഗോപികൃഷ്ണൻ. ഇനി പ്രതിയിലേക്ക് വരാം. തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ അതെന്തായി? തീർച്ചയായും തെളിവെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രതിയെ കുമാരമംഗലത്തെ ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ എത്തിച്ചിരുന്നു. അവിടെ എത്തിച്ച് ഈ പ്രതി കൃത്യം നടത്തിയ സ്ഥലം, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടെ പ്രതിയെ കാണാനായി തടിച്ചുകൂടിയത്. കാരണം സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ് ഒരു രണ്ടാനച്ഛൻ്റെ ഭാഗത്തു നിന്നും ഒരു 7 വയസ്സുകാരനായ കുട്ടിയോട് ഉണ്ടായത്. അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും കുമാരമംഗലത്ത് ഉണ്ടായിരുന്നു. നാട്ടുകാർ വളരെ രോഷാകുലരായാണ് പ്രതിയെ നേരിടുകയും ചെയ്തത്. എന്തായാലും പോലീസ് വളരെ പണിപ്പെട്ടാണ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. അല്പസമയത്തിനകം തൊടുപുഴ മുട്ടം കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ, കുട്ടികൾക്കെതിരായ അതിക്രമം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ 4 കേസുകൾ, ഒരു കൊലക്കേസടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ അരുൺ ആനന്ദ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കുറ്റവാസനയുള്ള ആളാണ് എന്ന് പോലീസ് നിസ്സംശയം കോടതിയിൽ വാദിക്കും. ഒപ്പം ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ച സാഹചര്യം, കുട്ടിയുടെ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം വീണ്ടും വിശദമായി തന്നെ പരിശോധിക്കും എന്നും പോലീസ് അറിയിക്കുന്നു. ഗോപി. ഇപ്പോൾ ജോബ് സക്കറിയ, യൂണിസെഫ്, അദ്ദേഹം കൂടി ഘട്ടത്തിൽ നമ്മളോട് കൂടി ചേരുന്നു. ശ്രീ ജോബ് സക്കറിയ, ഈ കുട്ടിയുടെ കാര്യത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു, ഇനി വെന്റിലേറ്റർ മാറ്റുന്ന അവസ്ഥ, അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. കേരളം മുഴുവൻ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടുകൂടി, ഇന്നിപ്പോൾ പ്രതി വന്നപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരു വലിയ വേദനയായി തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതിന് ചെയ്യാവുന്നത് പല രീതിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും എന്തൊക്കെയാണ് ഇതിനൊരു ബോധവൽക്കരണമായി കൂടി ചെയ്യാവുന്നത്? തീർച്ചയായിട്ടും വളരെ ഒരു വലിയ ഒരു ദുരന്തമാണ്. കാരണം നമ്മളെപ്പോഴും യൂണിസെഫിൽ പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഉള്ള ഏറ്റവും വലിയ ദുരന്തം പട്ടിണിയും ജോലിയില്ലായ്മയും ഒന്നും അല്ല, ഒരു കുട്ടിയുടെ മരണമാണ്. അല്ലെങ്കിൽ ഒരു അമ്മയുടെ മരണം, ഒരു കുഞ്ഞിന്റെ മരണമാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ദുരന്തങ്ങൾ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ മീഡിയ അറ്റൻഷനും എല്ലാം വന്ന് ഇത് വരുന്നത്. പക്ഷേ ഈ ദുരന്തം എങ്ങനെ നമുക്ക് ഇത് തടുക്കാം, പ്രിവെന്റ് ചെയ്യാം, അതിനുവേണ്ടി ഓരോ നമ്മുടെ സമൂഹത്തിലുള്ള
ഈ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം, നമ്മുടെ വീട് ഏറ്റവും സേഫ് ആണെന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്കൂളിലും പബ്ലിക് പ്ലേസിലും നമ്മുടെ വീടുകളിലും എങ്ങനെ ഈ ദുരന്തം തടയാൻ, കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ എങ്ങനെ തടയാൻ പറ്റും, അതിനെ എങ്ങനെ എന്ത് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം നമുക്ക് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോ ഈ സംഭവത്തിൽ തന്നെ നമുക്ക് ഇത് സ്കൂളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ നെയ്ബേഴ്സോ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അല്ലെങ്കിൽ സമൂഹം തന്നെ നമുക്ക് ഒരുപാട് സ്ട്രക്ചർ ഉണ്ട്. വില്ലേജ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഉണ്ട്, സ്കൂൾ കമ്മിറ്റികളുണ്ട്. ഈ സിസ്റ്റം ഒന്നും അത് ഒരുപക്ഷെ അത് നമുക്ക് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാനോ അല്ലെങ്കിൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാനോ പറ്റിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ഇത് നമ്മൾ നടക്കുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി കൂടുതൽ ചർച്ചകൾ നമുക്ക് കൊണ്ടുവരേണ്ടത്. ശ്രീ ജോബ് സക്കറിയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട് തന്നെ മത്സരിച്ചേക്കും. പ്രിയങ്ക ഗാന്ധി വാരണാസിയിലും ജനവിധി തേടിയേക്കും. പ്രിയങ്ക വരുന്നതോടെ മോദിക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം ഒഴിവാവും എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. തീരുമാനം വേഗം വേണമെന്ന് AICC അറിയിച്ചതായി പാണക്കാട് ചേർന്ന അടിയന്തര നേതൃയോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. പക്ഷെ നീണ്ടു പോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഒടുവിലത്തെ സൂചനകൾ എന്തൊക്കെയാണ്? ഗോപി, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന കാര്യം സജീവമായി തന്നെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാഹുൽ നൽകിയ 2 അഭിമുഖങ്ങളിലും വയനാട് മത്സരിക്കുന്ന കാര്യം തന്റെ പരിഗണനയിലുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ കൂടി രാഹുൽ ഗാന്ധി വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായും വിലയിരുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ BJP ഉയർത്തുന്ന വലിയ ആരോപണം രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്നും ഒളിച്ചോടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് മറുപടി നൽകാൻ വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം സജീവമായി തന്നെ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയങ്ക തന്നെ ഈ ഒരു വലിയ സസ്പെൻസ് നിലനിർത്തുകയാണ് ചെയ്തിരുന്നത്. വാരണാസിയിൽ താൻ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പ്രിയങ്കയുടെ മറുചോദ്യം വന്നു. ആവശ്യമെങ്കിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ രാഹുൽ ഒളിച്ചോടി എന്നുള്ള ആരോപണം പിന്നെ നിലനിൽക്കുകയില്ല ഉത്തർപ്രദേശിൽ. മാത്രമല്ല, മോഡിക്കെതിരെ വളരെ ശക്തമായ പോരാട്ടം നടത്താൻ പ്രിയങ്കയ്ക്ക് കഴിയുകയും ചെയ്യും. മോഡിയെ മണ്ഡലത്തിൽ തളച്ചിടാമെന്നതടക്കമുള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി 2ാം മണ്ഡലത്തിൽ ഇറങ്ങുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്നത്. 2ാം മണ്ഡലം കേരളമാണോ കർണാടകമാണോ എന്നതിലാണ് ഇനി ആത്യന്തികമായ തീരുമാനം വേണ്ടത്. കർണാടകത്തിൽ അത്ര കണ്ട് സുരക്ഷിതമായ മണ്ഡലം രാഹുലിനില്ല. ബിദാർ മണ്ഡലമാണെങ്കിൽ നിലവിൽ BJPയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ സുരക്ഷിത മണ്ഡലം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായുള്ളത്. ഇക്കാര്യത്തിൽ എപ്പോൾ തീരുമാനമുണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തീരുമാനമുണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ബംഗളൂരു സന്ദർശിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. ദക്ഷിണേന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ന് വൈകിട്ടോ നാളെയോ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകുമോ, പ്രഖ്യാപനമുണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഗോപി, ശരി. ഉണ്ണി, സംസ്ഥാനത്ത് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥികളിൽ C. ദിവാകരനും A. സമ്പത്തും തിരുവനന്തപുരത്തും P. രാജീവും ഇന്നസെന്റും എറണാകുളത്തും AM ആരിഫ് ആലപ്പുഴയിലും PK ബിജു പാലക്കാട്ടും PK ശ്രീമതി കണ്ണൂരും KP സതീഷ് ചന്ദ്രൻ കാസർകോട്ടും വരണാധികാരികളായ ജില്ലാ കളക്ടർമാർക്ക് പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥികളായ MK രാഘവൻ കോഴിക്കോട്ടും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലും പത്രിക സമർപ്പിച്ചു. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന മുല്ലപ്പള്ളി പറഞ്ഞതിൻ്റെ
മറുപടിയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വയനാട് മത്സരിക്കരുതെന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം. BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വയനാട്ടിൽ നിന്ന് രാഹുൽ മത്സരിക്കുന്നതിൻ്റെ സന്ദേശം എന്താണെന്ന് CPM ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ മറ്റ് അന്തർധാരകളൊന്നുമില്ലെന്നും MA ബേബി പറഞ്ഞു. ന്യൂസ് 8ന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിലായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എവിടെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ടയല്ല. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയല്ല. വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല, അന്തർനാടകങ്ങളല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അന്തർനാടകങ്ങളും അന്തർധാരയും എന്നാണ്. അതൊന്നുമല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയും. BJPക്ക് കെട്ടിവെച്ച കാശ് പോയ ഒരു മണ്ഡലത്തിൽ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമ്പോൾ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് മുഖ്യമായും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIMന്റെ ഭാഗത്ത് നിന്നും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ പരസ്യമായ ആഗ്രഹപ്രകടനം വന്നതിന് ശേഷം CPIMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അത് സംബന്ധിച്ചുള്ള പ്രതികരണം കോൺഗ്രസിൻ്റെ നേതൃത്വമായ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ വിളിച്ചറിയിച്ചു എന്നൊരാക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം. ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു, എന്നാൽ CPMന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നത് പറയാമല്ലോ. ലെറ്റ് us hear it from the horse's mouth. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണർവുണ്ടാവുമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉണർവുണ്ടാവട്ടെ. കഴിഞ്ഞ തവണയല്ല. UDFന്റെ ആ വിശ്വാസം യുക്തിസഹമായി പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഉണ്ടാവുന്നതല്ലല്ലോ. രാഹുൽ ഗാന്ധി ഹിന്ദിയിൽ പ്രസംഗിക്കുകയും രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശൻ, വലിയ മുത്തശ്ശൻ മോട്ടിലാൽ നെഹ്റു മുതൽ പണ്ഡിറ്റ് നെഹ്റു ഒക്കെ ജീവിച്ച അലഹബാദ്, അവിടുത്തെ നെഹ്റു ഭവനം, അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ നെഹ്റു കുടുംബവുമായി നാഭീനാള ബന്ധമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഫൂൽപൂർ, പണ്ഡിറ്റ് നെഹ്റു മത്സരിച്ചിട്ടുള്ള മണ്ഡലം. ഇതൊക്കെയുള്ള ആ സംസ്ഥാനത്തല്ലേ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണർവുണ്ടാവേണ്ടത്? അതുണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ ഒന്ന് മത്സരിച്ചാൽ ഉണ്ടാവുമോ? വരികൾക്കിടയിൽ പൂർണ്ണരൂപം നാളെ രാവിലെ 9-നും രാത്രി 9-നും കാണാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. തത്സമയം. അന്ധമായ കോൺഗ്രസ് വിരോധമാണ് അവരെ അതിലേക്ക് നയിച്ചത്. കാലം മാറി, അതിന് പ്രസക്തിയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. ഞങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡാണ്. ഞങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ തീരുമാനം അതിൻ്റെ ഒരു തീരുമാനം അടിയന്തരമായി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ് ഈ കാര്യത്തിലുള്ളത്. ഏതായാലും ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ കേരളത്തിൽ UDFന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ 20 സീറ്റിലും UDF വൻപിച്ച മുന്നേറ്റം നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടു വരികയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച BJPയോടുള്ള ജനങ്ങളുടെ അതിശക്തമായ അഭിപ്രായ വ്യത്യാസം, ജനങ്ങളുടെ നിരാശ, വലിയ വലിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടൊന്നും പാലിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്, 1000 ദിവസങ്ങൾ കൊണ്ട് 1000 പേർക്ക് പോലും പ്രയോജനം ചെയ്യാത്ത ഇടതുമുന്നണി ഗവൺമെൻറ്. ഈ 2 ഗവൺമെൻറ്റുകളിലും ജനങ്ങൾ നിരാശരാണ്. റവന്യൂ വകുപ്പിലെ വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചു. 5% വർധന വരുത്തിയത്. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് നടപ്പിലാവും. സജിത് ചേരുന്നു. സജിത്, ഏതൊക്കെ നിരക്കുകളിലാണ് വർധന? എത്രമാത്രമുണ്ട്? എന്താണ് വിവരങ്ങൾ? ബജറ്റ് നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു വർധനവ് വരുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. റവന്യൂ വകുപ്പിലെ വിവിധ സേവനങ്ങൾക്കാണ് ഇപ്പോൾ വർധനവ് വരുത്തിയിരിക്കുന്നത്. 5% ഫീസുകളുടെയും ചാർജുകളുടെയും നിരക്കിൽ വർധനവുണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്ക് നേരിട്ട് ഇടപെടേണ്ട റവന്യൂ സേവനങ്ങൾക്കാണ് ഈ വർധനവ് വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോക്കുവരവ് ഫീസ് അടക്കമുള്ള
മറ്റ് നിരവധി സാധാരണക്കാർ ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസിലെ അടക്കമുള്ള റവന്യൂ സേവനങ്ങൾക്ക് വർധനവ് വരുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ ഭൂമി വിവിധ ആവശ്യങ്ങൾക്ക് പാട്ടം നൽകുന്നതിന് വേണ്ടി നിലവിലുള്ള റേറ്റിലും 5% നികുതി വർധനവ് വരുത്തിക്കൊണ്ടാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ, അതായത് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ 1-ാം തീയതി മുതൽ തന്നെ ഇത് നടപ്പിലാകും എന്നതാണ് ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതിന് തടസ്സമാവില്ല എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. 1-ാം തീയതി മുതൽ തന്നെ പുതിയ നിരക്ക് നടപ്പിലാകുമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്. ശരി സജിത്ത്. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. സൂര്യതാപത്തെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം 2 ദിവസം കൂടി ദീർഘിപ്പിച്ചു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് 3 ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കുടിവെള്ളക്ഷാമം മൂലം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. കനത്ത ചൂടിൽ വളർത്തുമൃഗങ്ങളടക്കം ദുരിതം അനുഭവിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കാർത്തികും പാലക്കാട് നിന്ന് പ്രസാദും ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ഇന്നെങ്ങനെയുണ്ട് പാലക്കാട് ചൂട്? എത്രമാത്രം കഷ്ടതയിലാണ് മനുഷ്യരും മൃഗങ്ങളും? ഗോപി, പാലക്കാട് ചൂട് തുടരുകയാണ്. എങ്കിലും കഴിഞ്ഞ 4 ദിവസവും 41 ഡിഗ്രി ആയിരുന്നു പാലക്കാട്ടെ താപനില. പക്ഷേ ഇന്നലെ അല്പം കുറവ് വന്നിട്ടുണ്ട്. ഇന്നലെ 39 ഡിഗ്രിയാണ് പാലക്കാട് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. വലിയ തോതിൽ കന്നുകാലികളെയും ഈ ചൂട് കൂടിയത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ജില്ലയിൽ മാത്രം 37 കന്നുകാലികളാണ് ഈ സൂര്യാഘാതത്തെ തുടർന്ന് ചത്തത്. അതോടൊപ്പം കോഴികളും, നിരവധി കോഴികളും, 220ഓളം കോഴികളും ജില്ലയിൽ ചത്തിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടരുത് എന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. പക്ഷേ പലരും ഇത് പാലിക്കാൻ തയ്യാറാകുന്നില്ല. മലമ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ ഡാമിന്റെ പുറകുവശത്ത് ഉൾപ്പെടെ 100 കണക്കിന് കന്നുകാലികളെ അഴിച്ചുവിടുന്നതെല്ലാം തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വടകരപ്പതി, എരുത്തേമ്പതി പോലെയുള്ള പാലക്കാടിന്റെ തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള അതിർത്തി പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. കുടിവെള്ളക്ഷാമവും ജില്ലയിൽ ഇപ്പോൾ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. കിഴക്കൻ മേഖലയിലാണ് ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. വാളയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഈ വലിയ തോതിൽ കുടിവെള്ളം കിട്ടാത്തതിന്റെ പ്രതിസന്ധി നേരിടുന്നു. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കാർത്തിക് ചേരുന്നു. കാർത്തിക്, എന്താണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? ഇനിയും ചൂട് കൂടുമോ? മഴയ്ക്ക് സാധ്യതയുണ്ടോ? എന്താണ് കേരളത്തിൽ പൊതുവിലെ അവസ്ഥ? ഏപ്രിൽ 3 വരെ കനത്ത ചൂട് തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇന്നും നാളെയും വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലും ശരാശരിയിൽ നിന്ന് കൂടുതലായിരിക്കും താപനില. ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ഇവിടങ്ങളിൽ ചൂട് കൂടും എന്നാണ് മുന്നറിയിപ്പ്. ഈ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രത വരും ദിവസങ്ങളിലും തുടരും. അടുത്ത ആഴ്ച കൂടി ജാഗ്രത തുടരാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. വയനാട് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ തോതിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. ഇത് ആശ്വാസമാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ അടുത്ത 3 ദിവസം നേരിയ വേനൽ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. അങ്ങനെയെങ്കിൽ നിലവിൽ അവസ്ഥ ചെറിയ മാറ്റമുണ്ടാകും. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ താപനിലയിൽ നിന്ന് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ നേരിയ വ്യത്യാസമുണ്ട്. 40 ഡിഗ്രിയിലായിരുന്നു കഴിഞ്ഞ 4 ദിവസമായി പാലക്കാട് ജില്ലയിലെ ചൂട്. ഇത് 38.9 കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലാണ് കനത്ത ചൂട് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇവിടങ്ങളിൽ 38 ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട്. ഏതായാലും എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റുകളിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുടനീളം 4000-ലധികം വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. ഏതായാലും ഏപ്രിൽ 3 വരെ നിലവിലെ സാഹചര്യം തുടരും എന്നതാണ് പ്രവചനം. കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് 37 വളർത്തുമൃഗങ്ങൾ ചത്തു. മൃഗങ്ങൾക്ക് പുറമെ 100 കണക്കിന് കോഴികളും ചത്തതായി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി. വളർത്തുമൃഗങ്ങളെ പകൽ സമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുത് എന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം പലയിടത്തും പാലിക്കുന്നില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 22 പശു, 3 പോത്ത്, 4 ആട്, 8 വളർത്തുനായ എന്നിവയാണ് സൂര്യാഘാതമേറ്റ് ചത്തത്. ഇതിനു പുറമെ വിവിധയിടങ്ങളിലായി 220 കോഴികളും ചൂടിന്റെ കാഠിന്യത്തിൽ ചത്തതായി അധികൃതർ വ്യക്തമാക്കി. മൃഗപരിപാലനത്തിലേർപ്പെട്ടവർ ഏറെ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ.
പാലക്കാട് ജില്ല തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അനിമൽസ് ഇപ്പോൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ഇതുവരെ എല്ലാം കോൺസെൻട്രേറ്റ്. പക്ഷേ മൃഗങ്ങൾ ഒരുപാട് ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചാവണമുണ്ട്. സൂര്യാതപമേറ്റ് തളർന്ന നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ദിവസേന ജില്ലാ മൃഗാശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആടുകളും വളർത്തുനായകളുമാണ് ഏറെ ദുരിതം നേരിടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓമനമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അധികം വെയിലത്തൊന്നും നിർത്താണ്ട് കൂടാണെങ്കിൽ പോലും കൂട്ട് മാക്സിമം തണലത്തേക്ക് മാറ്റുക. 41 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പോലും അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് അതിനേക്കാളും കഷ്ടപ്പാടായിരിക്കും. സൂര്യാഘാത ഭീഷണി ഉള്ളതിനാൽ മൃഗങ്ങളെ പകൽ സമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുത് എന്നാണ് നിർദ്ദേശം. എന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മൃഗങ്ങളെ ഉച്ചസമയങ്ങളിലും അഴിച്ചുവിടുകയാണ്. ഇത് തടയാൻ കഴിയാത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകും. സൂര്യാഘാതം മൂലം നിരവധി കന്നുകാലികൾ ചത്തുവീണിട്ടും പകൽ സമയങ്ങളിൽ കന്നുകാലികളെ പുറത്തിറക്കരുതെന്ന നിബന്ധന പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കണക്കിൽപ്പെടാത്ത പണം കൈവശം വച്ചതിന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ജലന്ധർ രൂപതയിലെ മലയാളി വൈദികനായ ഫാദർ ആന്റണി മാടശ്ശേരിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ഇയാളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 10 കോടി രൂപയോളം പിടിച്ചെടുത്തു. കന്യാസ്ത്രീയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടുവെന്ന ആരോപണമുയർന്ന വൈദികനാണ് ആന്റണി. ബ്രെക്സിറ്റ് കരാറിൽ അവസാനവട്ട നീക്കവുമായി തെരേസ മെയ്. കരാറിന് എംപിമാരുടെ പിന്തുണ തേടി 4ാം തവണയും പാർലമെന്റിനെ സമീപിക്കാനാണ് തെരേസ മെയ് മന്ത്രിസഭയുടെ തീരുമാനം. തിങ്കളാഴ്ച വോട്ടെടുപ്പ് ആവശ്യപ്പെടാനാണ് നീക്കം. ഇന്നലെ നടന്ന 3ാം ഘട്ട വോട്ടെടുപ്പിലും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് അന്തിമ നീക്കം. 286-നെതിരെ 344 വോട്ടിനാണ് പാർലമെന്റ് കരാർ തള്ളിയത്. കരാർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകില്ലെങ്കിൽ രാജിവെക്കുകയാണ് തെരേസ മെയ് ചെയ്യേണ്ടതെന്ന നിലപാടിൽ തുടരുകയാണ് പ്രതിപക്ഷ കക്ഷികൾ.